ഇന്നലെ പുലർച്ചെ ഏകദേശം 2:15 കൂടിയാണ് തമ്മനം കുത്തപ്പാടിയിലുള്ള ജലസംഭരണിയുടെ ടാങ്ക് തകർന്ന് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടായത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ ജലസംഭരണിയുടെ ഭിത്തി ഒരു വശം താഴുകയും തുടർന്ന് വിള്ളലുണ്ടാവുകയും ചെയ്തതിനാണ് ഈ അപകടത്തിന് കാരണമായത്. വലിയ രീതിയിൽ വെള്ളം പുറത്തേക്ക് ഒഴുകുകയായിരുന്നു. ഏകദേശം 40 വർഷത്തിലധികം ഇതിന് പഴക്കമുണ്ട്. 1.35 കോടിയിലധികം ലിറ്റർ വെള്ളമായിരുന്നു ഇവിടെ സംഭരിച്ചിരുന്നത്. അത്രമാത്രം വെള്ളം ഈ പരിസര പ്രദേശത്തേക്കുമൊക്കെ ഒഴുകിയിട്ടുണ്ട്. ഈ നിർമ്മാണത്തിൽ അപാകതയുണ്ട് എന്ന് ഈ പരിസര പ്രദേശത്തുള്ള ആളുകളടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് എഞ്ചിനീയർമാരുടെ ഗുരുതരമായ വീഴ്ച തന്നെയാണ്. ഇപ്പോൾ 68,000 ലിറ്റർ 2 ടാങ്കാണല്ലോ, 62. അതിൻ്റെ ഇന്റേണൽ കണക്ഷൻ കൂടിയാണ് ഒറ്റ ടാങ്കായി മാറുന്നത്. നിലവിൽ ഒരെണ്ണം പോയപ്പോൾ പകുതി നിലനിർത്തിക്കൊണ്ട് ചെയ്യാനുള്ള സംവിധാനത്തോട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറിൻ്റെ പഠനം നടത്തിയ കുസാറ്റ് പറഞ്ഞത് അതിലും ചെറിയ വിള്ളലുകളുണ്ട്. അപ്പോൾ അത് മുൻകാലങ്ങൾ നേരത്തെ പരിശോധിച്ചാൽ ഇവിടെ എഞ്ചിനീയർ വിഭാഗങ്ങളുണ്ട്, വാട്ടർ അതോറിറ്റി ഉണ്ട്. അവർ കൃത്യമായ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വീഴ്ച കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. അത് അവരുടെ അനാസ്ഥയും ഗുരുതരമായ വീഴ്ചയാണ്. കേടുപാടുകളൊക്കെ ആളുകൾക്ക്, അതായത് വീടുകൾക്കും അവരുടെ വാഹനങ്ങൾക്കൊക്കെ സംഭവിച്ചല്ലോ. അപ്പം അവർക്ക് എത്തരത്തിലുള്ള നഷ്ടപരിഹാരം ടൈമൊന്നും നീട്ടിക്കൊണ്ടുപോകാതെ പറ്റുമെങ്കിൽ നാളെ തന്നെ. കാരണം ഇതിൻ്റെ അടിയിൽ ബേസ് ചെയ്ത് ഫയൽ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഈ ടാങ്കിനകത്ത് റിപ്പയറിങ് നടക്കില്ല. പുതിയതായിട്ടൊരു ടാങ്ക് നിർമ്മിക്കുന്ന നടപടിയാണ് ആവശ്യം. അതിനുവേണ്ടി ഫയൽ ചെയ്ത് പ്ലാറ്റ്ഫോം വാർത്തതിന് ശേഷം മാത്രമായിരിക്കണം ഇത് ചെയ്യേണ്ടത്. ഇത് പക്ഷേ ഇവിടെ പൊട്ടിപ്പോകുന്ന ഭിത്തിയിൽ കമ്പികളൊന്നും കാണുന്നില്ല. ഇനിയും ഭാവിയിൽ ഇത് സംഭവിക്കാം. കാരണം ഇത് കൊച്ചി നഗരത്തിലെ മുഴുവൻ വെള്ളവും പൂർണ്ണമായും 1/4 ഭാഗം ഏരിയയിൽ ഈ പമ്പ് ഹൗസിൽ നിന്നാണ് വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിന്ന് കഴിഞ്ഞാൽ ഒരു നിവൃത്തിയുമില്ല ഇവിടുത്തെ സാധാരണക്കാർക്ക്. ഈ പരിസര പ്രദേശത്തുള്ള ഓരോ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ കിടക്കുകളൊക്കെ നിറഞ്ഞു, കിടക്കാൻ വയ്യാത്തൊരവസ്ഥ. ഇനി അടുക്കളയിലാണെങ്കിൽ ഭക്ഷണം പാകം ചെയ്യാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. രാവിലെ മുതൽ ഈ വീടുകൾ വൃത്തിയാക്കുന്ന, ഈ ചെളികളൊക്കെ നീക്കുന്ന ജോലികൾ അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ ചെയ്യണ്. എത്ര ക്ലീനാക്കിയാലും ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അത് അലമാരിയിലൊക്കെ ആ തട്ടയിലൊക്കെ കയറിയിട്ട് അതൊക്കെ എടുത്ത്, ഇന്നലെ അതൊന്നും എടുത്തിട്ടുണ്ടായില്ലേ, അതൊക്കെ ക്ലീനാക്കണേന്, അലക്കിയൊക്കെ ഇട്ട് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കണേന്. ഉറങ്ങുന്നതിനൊക്കെ ഭയങ്കര പ്രതിസന്ധി. കിടക്കിട ഫ്രണ്ടിലുള്ള കിടക്കൊക്കെ നനഞ്ഞ അവിടെയൊക്കെ അടിയൊക്കെ നനഞ്ഞിട്ട് നിവർത്തിയില്ല. അല്ലാണ്ട് ഇപ്പൊ വെയിലൊന്നുമില്ലല്ലോ, നമുക്ക് നിലത്ത് കിടക്കാനുള്ള പ്രായമില്ല. ആളുകൾ, കൗൺസിലർ അടക്കമുള്ള ആളുകൾ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വ്യക്തമായൊരു പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇതിന്റെ പരിഹാരം എന്താണ് യഥാർത്ഥ അപകട കാരണം എന്നതൊക്കെ വ്യക്തമാവുകയുള്ളൂ. ക്യാമറമാൻ ആന്റണി ഗിർഗറിക്കൊപ്പം സ്നേഹമോൾ ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.